Hello guys, welcome back to Flying Flickies. It's me Kiran. It's me Reshma. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. Happy Valentine's Day. സോ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു റിനയിലാണ്. റിനയിൽ നമുക്കിവിടെ വാലന്റൈൻസ് ഒരു ഡിന്നർ ഉണ്ട്. പ്രോഗ്രാമും ഒക്കെ ഉണ്ട്. അതെ, ദ ലോൺ എന്ന് പറഞ്ഞ ഏരിയയിലാണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടെ കാര്യമാണ് കേട്ടോ. ഞങ്ങളാണ് ആദ്യം ഇവിടെ എത്തിയത്. ഇവിടെ ടേബിൾസ് ഒക്കെ അറേഞ്ച് ചെയ്യേണ്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. നോക്കിയപ്പോൾ ഇവിടെ ഫുള്ളും ബ്ലാക്ക് പോലെയായിരുന്നു. ബ്ലാക്ക് അല്ല, റെഡ് ആയിരുന്നു, സോറി, റെഡ് കളറായിരുന്നു ഫുള്ളും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു റെഡ് ബലൂൺസും ഇതൊക്കെ ഫുള്ളും റെഡിഷ് ആയിരുന്നു. സോ നമ്മളിപ്പോൾ കാണുന്നത് കുക്കിംഗ് ഏരിയ ആണ് കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെയാണ് കുക്കിംഗ് ഏരിയ കാണുന്നത്. സോ ലൈവായിട്ടാണ് ഇവർ നമുക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത്. നമ്മൾ ഫുഡ് ഓർഡറിനനുസരിച്ച് അവർ സെറ്റ് ചെയ്ത് തരും. നമുക്ക് തരാനുള്ള ഫിഷും പ്രോൺസൊക്കെ ഐസിൽ തണുത്ത് മരവിച്ച് കിടക്കുകയാണ്. ഇത് വരുന്നത് നമുക്ക് ലൈവ് മ്യൂസിക് ആണ്. ഇത് ഏത് ബാൻഡിന്റെ ഇതായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. നമ്മൾ ചെന്നിരുന്നപ്പോഴത്തേക്ക് അവര് ലൈവ് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വന്ന് ഇടുന്നവരെയാണ് കേട്ടോ. കാരണം വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങളാണ് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ മ്യൂസിക്കും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ ടേബിളിലൊക്കെ എല്ലാ ടേബിളിലും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഓരോ ചെയറിലും ബലൂൺസ് ഉണ്ടാവും. ഒരാളുടെ മറ്റാളുടെ ബലൂൺസ് ഉണ്ടാവില്ല. പിന്നെ ടേബിളിൽ വന്നിട്ടൊരു റോസ് ഉണ്ടായിരുന്നു, ബഡ് റോസ് ഉണ്ടായിരുന്നു. പിന്നെ കാൻഡില്. പിന്നെ ഇവിടെ നമുക്ക് ടേബിളൊക്കെ റിസർവ്ഡ് ആയിരുന്നു. നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തിട്ടാണ് പോയത്. അപ്പൊ ടേബിളിന്മേല് എന്റെ പേര് കണ്ട, എന്റെ വാലിന്റെ പേരുണ്ട്, കിരണിന്റെ പേരുമുണ്ട്. അങ്ങനെ ഞങ്ങള് ഫസ്റ്റ് ബെഞ്ചിൽ ചെന്നിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് വന്നോണ്ടായിരിക്കും ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ സീറ്റ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് റോസ് പെറ്റൽസിന്റെ മോക്ടെയിലാണ്. വേണൊരു ഭംഗിക്ക് വേണേ കോക്ടെയിൽ നാട്ടാം, പക്ഷെ മോക്ടെയില, നോൺ ആൽക്കഹോളിക് എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ റീസെന്റ് വന്നിപ്പം മെനു നമുക്ക് എന്തൊക്കെയാണ് ഫുഡ് വേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഒരു സെറ്റ് ഓഫ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കൗണ്ടറിലേക്കായിട്ട്, ഐ മീൻ ഈ ഏരിയയിലേക്ക്. സോ അത് നമ്മൾ പറഞ്ഞായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പറയുന്നുണ്ട്, ഓർഡർ പറയുന്നുണ്ട്. നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്ത സത്യം കഴിഞ്ഞാൽ ഫിഷിൻ്റെയാണ്. എപ്പോഴും നോൺ കഴിക്കുന്നത് ചിക്കനും മട്ടണും അങ്ങനത്തെയൊക്കെയല്ലേ. ചേഞ്ചിന് വേണ്ടി ഫിഷ് ആക്കി ഈ പ്രാവശ്യം എല്ലാം. ഫസ്റ്റ് ഞങ്ങൾ കഴിച്ചത് ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ്. സോ നോർമൽ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെയാണ്. ബട്ട് എന്തോ ഒരു പ്രത്യേകത, എനിക്കൊന്ന് ക്യാൻഡിൽ നൈറ്റ് ആയിരുന്നായിരിക്കും, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്ലേവർ, ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കഴിക്കുന്നത് ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്രീം ഓഫ് ചിക്കൻ സൂപ്പ്. സ്റ്റാർട്ടറായിട്ട് നമ്മൾ കഴിച്ചത് ഫിഷ് തിക്ക ആയിരുന്നു. എന്ത് ഫിഷാണെന്ന് ആക്ച്വലി എനിക്കറിയില്ല, ബട്ട് ഫിഷ് ഫ്രഷ് ആയിരുന്നു. കാരണം എനിക്ക് കഴിച്ചപ്പോൾ തന്നെ മനസ്സിലായി, നമ്മൾ കുറേ അടുത്ത് പോയി ട്രൈ ചെയ്തതാണ്. സോ നമുക്ക് എവിടെ ചെന്നിട്ട് കഴിക്കാത്ത ഒരു ഫ്ലേവർ ടേസ്റ്റും ഇതെല്ലാം ഫ്രഷ്നെസ്സും എല്ലാം ഇവിടെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. മെയിൻ കോഴ്സ് വന്നത് റൊട്ടി ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു,
പിന്നെ നെയ്മീൻ മസാല ഉണ്ടായിരുന്നു, പിന്നെ മഷ്റൂം ചില്ലി ഉണ്ടായിരുന്നു. സോ ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബട്ട് നമുക്ക് ചൂസ് ചെയ്യായിരുന്നു കേട്ടോ, നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ കൂടുതലും സീ ഫുഡ്സാണ് ട്രൈ ചെയ്തത്. കാരണം എല്ലാ സമയത്തും ചിക്കനും ബീഫും ഒക്കെയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ സീ ഫുഡ്സ് പ്രിഫർ ചെയ്തത്. ഇത് വന്നിട്ട് ഫിഷ് നെയ്മീൻ, ഇത് വന്നിട്ട് മഷ്റൂം. ഇത് നമ്മുടെ നാന്. മഷ്റൂം നല്ല ടേസ്റ്റ് ഉണ്ട്, ഫിഷും നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ്, ഈ ഫേസ് കണ്ടാൽ വിചാരിക്കും ഫുഡ് കൊള്ളൂല എന്ന്. ഫുഡ് ഹെവി ആയിരുന്നു, ഒരു രക്ഷയില്ല. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടറും ഡ്രിങ്ക്സും എല്ലാം സൂപ്പും എല്ലാം കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി. സോ ഇത് കഴിക്കാനായിട്ടുള്ള വയറ് ഫുള്ളായി ആക്ച്വലി. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ വന്നത് കാരമൽ പുഡിംഗ് ആണ്. അത് കഴിക്കാനുള്ള സ്പേസ് ഞാൻ ഇച്ചിരി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെയും കൂടെ കഴിച്ചെന്നുള്ള കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പൊ ആ സ്പേസും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. കറക്റ്റ്, അത് ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യില്ല. സോ ഗൈസ്, നമ്മുടെ ഡിന്നർ കഴിഞ്ഞായിരുന്നു കേട്ടോ. നമുക്ക് അതിൻ്റെ കൂടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് എന്തോ കിട്ടിയിട്ടുണ്ട്, നമുക്കറിയില്ല. ചോക്ലേറ്റ് ആയിരിക്കും. മണത്തൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ കണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി ഫുഡ് എല്ലാം നല്ല ഫുഡാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ആക്ച്വലി ഫുഡ് ഭയങ്കര ഹെവി ആയിപ്പോയി. ഇപ്പൊ ശ്വാസം പോലും വലിക്കാൻ മേലെ എനിക്ക്. നല്ല ഫുഡായിരുന്നേ, നല്ല ടേസ്റ്റ്, എല്ലാം നല്ല, ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. സൂപ്പും എല്ലാം ഉണ്ടായിരുന്നു. സ്റ്റാർട്ടറിൽ നമ്മള് ഫിഷ് തിക്കയായിരുന്നു. പിന്നെന്തായിരുന്നു മെയിൻ കോഴ്സില് ഇത് റൊട്ടി അല്ലെ? മെയിൻ കോഴ്സിൽ റൊട്ടി, പിന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ നെയ്മീൻ മസാല, മഷ്റൂം ചില്ലി മഷ്റൂം, ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിച്ചത്. പിന്നെ ലാസ്റ്റ് വന്നിട്ട് കാരമൽ പുഡിംഗ്. സോ ഓവറോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. As usual, see you in next video. Bye. Bye.